ഞാൻ വാള് വെപ്പേൻ, നീ വാള് വെപ്പേൻ, ഇവൻ വാള് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം, ഇവൻ വാള് വെച്ചോട്ടെ എന്നേ. സായിയുടെയും ജാസ്മിന്റെയും ചർച്ച പിന്നീട് വാളിലേക്കൊക്കെ നീങ്ങി കേട്ടോ. ആര് ഏറ്റവും കൂടുതൽ തവണ വാള് വെച്ചു എന്നൊക്കെ ഉള്ളതായ ചർച്ച. സംഭവം വാളല്ല കേട്ടോ, വാൾ WALL വാൾ. ആ ഒരു വാളിനെ കുറിച്ചാണ് പറയുന്നത്. സായി വാൾ വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നത് എന്നാണ് ജാസ്മിൻ പറയുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ പറയാം. ഒരാളെ വലിച്ചു കീറി ഒട്ടിക്കുന്നതിന്റെ കോൺസിക്വൻസസ് പുറത്തു വെച്ച് അറിയാവുന്ന ഒരു വ്യക്തിയാണ് സായി. ജാസ്മിൻ അത്രയും അറിയത്തില്ല എന്ന് തോന്നുന്നു. ഹൗസിനകത്തേക്ക് കയറിയിട്ടും വലിച്ചു കീറി ഒട്ടിച്ച് അല്ലെങ്കിൽ വലിച്ചു കീറി ഒട്ടിക്കാൻ സ്പേസ് ഉണ്ടാക്കി കൊടുത്ത് അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കാതെ ഒരു ഹാപ്പി സോളായിട്ട് ലാലേട്ടൻ പറഞ്ഞ പോലെ ഒരു ഉണ്ണിക്കണ്ണനായിട്ടിരിക്കും. അതാണ് സായിയുടെ നിലപാട്. ഈ ഒരു പോയിന്റ് ആയപ്പോ പ്രേക്ഷകരും ഉൾക്കൊണ്ടു. യൂട്യൂബിൽ പറയുന്നത് പോലെ റിയൽ ലൈഫിൽ പറയാൻ സാധിച്ചു എന്ന് വരത്തില്ല. അല്ലെങ്കിൽ ഒരു കാറിന്റെ സേഫ്റ്റിക്കകത്തിരുന്ന് പറയുന്ന പോലെ റിയൽ ലൈഫിൽ പറയാൻ സാധിച്ചു എന്ന് വരത്തില്ല. സായി എങ്ങനെ വേണോ കളിച്ചോട്ടെ എന്നൊരു കാര്യം പ്രേക്ഷകരും പറയുന്നുണ്ട്. എനിക്ക് പോലും ഈ ഒരു കോൺവെർസേഷൻ കണ്ട സമയത്ത് സായിയുടെ ഭാഗത്ത് നിൽക്കാനാണ് തോന്നിയത്. കാരണം അത്രയും പച്ചയ്ക്ക് പുള്ളിയുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പുള്ളി ജാസ്മിനോടും സിജോയോടും പറയുന്നുണ്ട്. പുറത്തു വെച്ച് ഞാൻ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെന്നൊക്കെ സായി പറയുന്നുണ്ട്. മനസമാധാനത്തിന് വേണ്ടി ബിഗ് ബോസിൽ വന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ കളിയാക്കി അല്ലെങ്കിൽ പരിഹസിച്ച് പറയാം. അല്ലെങ്കിൽ ഒരു ക്രിറ്റിസിസമായിട്ട് സായി കൃഷ്ണൻ ഫേക്ക് ഫേസ് ആയിട്ട് നിൽക്കുന്നു എന്ന് വേണേൽ പറയാം. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളമായി പോകും. നമ്മളൊരു മനുഷ്യനെ മനസ്സിലാക്കാത്ത പോലെ ആയിപ്പോവും. ഓരോരുത്തരും സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അവരുടെ മൈൻഡിൽ എന്താണെന്നുള്ളത് മനസ്സിലാവും. ഇപ്പൊ ഫാമിലി വീക്ക് കഴിഞ്ഞോടെ ഒരു വലിയ വിഭാഗം പ്രേക്ഷകർക്കും സായി എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലായി. യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പുള്ള സായി കൃഷ്ണൻ ആരായിരുന്നു എന്നുള്ളത് വലിയ വിഭാഗം പ്രേക്ഷകർക്ക് മനസ്സിലായി. ഇന്നിപ്പോ ഈ ഒരു ചർച്ച നടന്നപ്പോ എനിക്കും മനസ്സിലായി കുറെയൊക്കെ. അതുകൊണ്ടാണ് ജാസ്മിൻ ഇന്ന് അങ്ങനെ ഒരു വിഷയം എടുത്തിട്ടതിന് പ്രസക്തി ഇല്ല എന്നും സായി ജാസ്മിന്റെ വായ അടപ്പിച്ചു എന്നും നമ്മൾ പറഞ്ഞത്. ജാസ്മിനോട് ബ്ലൈൻഡ് ഹേറ്റഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് ചെയ്യുന്നത് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? നിങ്ങൾ തോന്നിക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒരു ബ്ലൈൻഡ് ഹേറ്റഡ് വെച്ചിട്ടല്ല എന്നുള്ളത് നമ്മുടെ വീഡിയോ കാണുന്ന പലർക്കും അറിയാം. എന്തായാലും ലൈവിൽ ഇപ്പോഴും സായിയുടെയും ജാസ്മിന്റെ ഈ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. സായി എന്താണെന്ന് കുറച്ചുകൂടി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഈ ഒരു ചർച്ചയിൽ. പുള്ളി ആസ് എ മത്സരാർത്ഥി പുള്ളി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നും എനിക്ക് കുറെ കൂടെ നന്നായിട്ട് മനസ്സിലായി. പുള്ളിയുടെ മോട്ടീവിനെ കുറിച്ചും ഗെയിം പ്ലാനെ കുറിച്ചും എല്ലാം എനിക്ക് മനസ്സിലായി.